ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വലിയ കത്രിക്ക, 2 തക്കാളി, 1 സബോള, 3 ചെറിയ പച്ചമുളക്, ഇതെല്ലാം ഈ രീതിയിൽ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് ഒരു കുക്കറിലേക്ക് ഇടാം. വഴുതനങ്ങ അരിഞ്ഞ് ഇടുമ്പോൾ ഒരു വെള്ളത്തിലേക്ക് ഇടണം. അതിൻ്റെ കറയെല്ലാം കളഞ്ഞ ശേഷം വേണം കഴുകിയെടുക്കാനായിട്ട്. ഇതെല്ലാം ഈ രീതിയിൽ ഇങ്ങനെ കഷ്ണങ്ങളായി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ ഇത് ആവിയെല്ലാം പോയി കുക്കർ തുറന്ന് നോക്കാം. ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കഷ്ണങ്ങൾ പൂർണ്ണമായിട്ടും നന്നായിട്ട് ഉടഞ്ഞു വരണം. ഈ രീതിയിൽ ഇതെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിടാം. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, അപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയൊരു കറിയാണ്. ഒരു തവണയൊന്ന് ഉണ്ടാക്കി നോക്കൂ.